പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം വാങ്ങിക്കൊണ്ട് ആണ് പത്തനംതിട്ടക്കാരനായ രാഹുൽ പാലക്കാട് നിന്നത് ഇനി തിരുവനന്തപുരത്തേക്ക് വണ്ടി വോട്ട് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 3000 വോട്ടിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നെങ്കിൽ 15000 വോട്ടിന്റെ വ്യത്യാസം ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു. കയ്യിൽ വന്നു ചേർന്നിരുന്ന 12000 വോട്ട് ഈ റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ പോലും BJP ഇതുവരെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ചരിത്രം ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പാലക്കാട് 2 തവണയായി 10-15% വോട്ട് വർദ്ധിച്ചതാണ് BJP. അവിടെയാണ് കയ്യിലുണ്ടായത് 12000 വോട്ട്. നമുക്ക് അറിയാനുള്ളത് ശോഭാ സുരേന്ദ്രൻ 2016 നേടിയ 40,000-ലേക്ക് സി കൃഷ്ണകുമാറിന് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് നിലവിലെ തീർച്ചയായും നിലവിലെ കണക്കുകൾ അനുസരിച്ച് അതിനുള്ള സാധ്യത കാണുന്നില്ല. കാരണം ഇനി എണ്ണാനുള്ളത് കണ്ണാടി, മാത്തൂരിലെ ബാക്കിയുള്ള ഭാഗങ്ങളും കണ്ണാടിയുമാണ്. കണ്ണാടിയും മാത്തൂരും പരമാവധി ഇനിയിപ്പോ BJPക്ക് ഒരു ഒരു 10,000 വോട്ട് നൽകിയാണെങ്കിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ശ്രീധരനല്ല സി കൃഷ്ണകുമാർ എന്നത് ശരി. ശോഭാ സുരേന്ദ്രനല്ല കൃഷ്ണകുമാറെങ്കിൽ എന്തുകൊണ്ട് ശോഭയില്ല എന്നൊരു ചോദ്യം വരും. സന്ദീപ് വാര്യർ ചോദിക്കുന്നുണ്ടായിരുന്നു, പാൽ സൊസൈറ്റിയിലാണെങ്കിൽ കൃഷ്ണകുമാർ, പാർലമെന്റിലെങ്കിൽ കൃഷ്ണകുമാർ, പഞ്ചായത്തിലെങ്കിൽ കൃഷ്ണകുമാർ, അതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു പ്രൊജക്ഷൻ അത് നോക്കാം. അത് കൗതുകരമായ കാര്യമാണല്ലോ അഭിലാഷ് മാധു. 32,539 10 റൗണ്ടിലെ വോട്ട്. 11 റൗണ്ടിൽ 2000 ചില്ലറ ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ 1000 ചില്ലറയുള്ളൂ. അപ്പോൾ 32, 30, 34,000 വോട്ട് കൂട്ടാം. പിന്നെ ഈ 12, 13 റൗണ്ട് 2000 വോട്ട് കിട്ടിയെന്നിരിക്കട്ടെ, 4000 വോട്ട് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പോഴും 34, 36, 38, 40 തൊടില്ല. ലക്ഷണമൊന്നും കാണിക്കുന്നതേ ഇല്ല പാലക്കാട്ട് ഇക്കുറി NDA സി കൃഷ്ണകുമാർ എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രൊജക്ഷനായി പറയാൻ കഴിയുക. കാരണം അത്ര മോശപ്പെട്ട പെർഫോമൻസ് ആണ് പാലക്കാട്ട് ഇത്തവണ BJPക്ക് ഉണ്ടായത്. ജനം ആ നിലയിലാണ് വിലയിരുത്തിയത്. പക്ഷേ LDF 2ാം സ്ഥാനത്തേക്ക് വരാനുള്ളൊരു അന്തരീക്ഷം ഇപ്പോൾ രൂപപ്പെടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചേലക്കരയിൽ അതിനേക്കാൾ മികച്ച പ്രകടനം BJP കാഴ്ചവെച്ചോ എന്ന് സംശയിക്കാവുന്ന തരത്തിലാണ്. അവിടെ 13-ൽ 12 റൗണ്ട് പൂർത്തിയായപ്പോൾ തന്നെ BJP സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ 31,663 വോട്ട് നേടി. BJPയുടെ 24-ൽ നിന്നാണ് ഷാജിമോൻ വട്ടേക്കാട് മത്സരിച്ചതിൽ നിന്ന് ഒരു 8,000 വോട്ട് അധികം പിടിച്ചിരിക്കുന്നു K ബാലകൃഷ്ണൻ. അവരൊരു 2,000 വോട്ട്, ഒരു 1,000 വോട്ട് കൂടി കൂട്ടിയാൽ പോലും 32,000-ന് മുകളിൽ വോട്ട് BJP ചേലക്കരയിൽ പിടിക്കും. ഒരു ഫോട്ടോ ഫിനിഷ് ഉണ്ടാകും കേട്ടോ പാലക്കാട്. ഈ കണക്ക് നോക്കുമ്പോൾ ഫോട്ടോ ഫിനിഷ്, 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള ഫോട്ടോ ഫിനിഷ് സംഭവിക്കാൻ പോവുകയാണ് പാലക്കാട്. 2ാം സ്ഥാനം മാർക്ക് ഇപ്പോഴത്തെ കണക്കിലാണെങ്കിൽ 10 റൗണ്ടിൽ 23,565 വോട്ടാണ് BJPക്കുള്ളത്. 16 റൗണ്ടിൽ LDFനുള്ളത് 23,565 വോട്ടാണ്. P സരിനുള്ളത്. കഴിഞ്ഞ റൗണ്ടിൽ നിന്ന് 4,000 വോട്ടിന്റെ വർധനവുണ്ട്. ഇനി അടുത്ത 2 റൗണ്ട് ഒരു 12,000 വോട്ട്, 14,000 വോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കഥ മാറും. ഒരു 37,000, 38,000, 40,000 താഴെ രണ്ടുപേരും തമ്മിലൊരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ പോകുന്ന തരത്തിലാണ് 2ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം. 2ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞാൽ അത് നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ രാഷ്ട്രീയമായ ഒരു വിജയമായിരിക്കും LDFനെ സംബന്ധിച്ച്. അതായത് 12ാമത്തെ റൗണ്ടിന്റെ കണക്ക് ഇപ്പോൾ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 12ാം റൗണ്ടിന്റെ കണക്ക് ഇപ്പോൾ വരും. ഏത് നിമിഷവും പാലക്കാട് എന്താണ് UDFന് കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അക്കങ്ങളായി നമ്മുടെ മുന്നിലേക്ക് അല്പസമയത്തിനകം വരും. ഇല്ല, 2ാം റൗണ്ടിന്റെ കണക്കല്ല, പിരായിരി പഞ്ചായത്തിലെ ആകെ കണക്കാണ്. പിരായിരി പഞ്ചായത്തിലെ ആകെ കണക്കിൽ UDF 13,152 വോട്ടുകൾ നേടിയപ്പോൾ വെല്ലുന്ന പ്രകടനം. ഇത്തവണ NDA 5,214 വോട്ടും LDF 6,519 വോട്ടും നേടിയിരുന്നു. പിരായിരിയിൽ 2ാം സ്ഥാനത്ത് LDF ആണ്, 3ാം സ്ഥാനത്ത് NDA. മാത്തൂരിലാണ് NDAക്ക് കനത്ത തിരിച്ചടിയേറ്റതെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണ 12,000 എങ്കിൽ അത് 13,152 വോട്ട് സമാഹരിച്ചിരിക്കുന്നു UDF പിരായിരിയിൽ നിന്ന്. NDA 5,114-ലേക്ക് 6,000-ൽ നിന്ന് പോയിരിക്കുന്നു. LDF പക്ഷെ സ്വന്തം വോട്ട് അവിടെ ഉയർത്തി നിൽക്കുകയും 100 വോട്ടുകൾ അധികമായി സമാഹരിക്കുകയും ചെയ്തിരിക്കുന്നു. പിരാരിയുടെ ചിത്രം ഇതാണ്. 13,000 വോട്ടുകൾ. ഞാൻ ഏറ്റവും ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് 12ാം റൗണ്ട്, അതായത് മാത്തൂർ പഞ്ചായത്തിലെ ചെങ്ങണിയൂർ മേഖലയിലെ 14 ബൂത്തുകളുടെ ഫലം വരാനാണ്. അവിടെ കൃത്യമായി അറിയാൻ 2ാം സ്ഥാനത്തെ സംബന്ധിച്ച് ഒരു വലിയ ടസിൽ ഉണ്ടാവുമോ എന്നുള്ളത് വളരെ കൃത്യമായി അറിയാം. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷത്തെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതും.